ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്കിൻ കെയർ ടിപ്പാണ് പറയാൻ പോകുന്നത്. മെയിനായിട്ട് ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിമ്പിൾസ് ഉണ്ടാവുക എന്നുള്ളത് മിക്ക ആൾക്കാർക്കും നോർമലി വരുന്നതാണ്. ഇതിപ്പം ഡെയിലി എപ്പോഴും പിമ്പിൾസ് ഉണ്ടാവണമെന്നില്ല, വല്ലപ്പോഴെങ്കിലും പിമ്പിൾസ് വരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ഈ പിമ്പിൾസ് വന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വന്ന് പോയി കഴിയുമ്പോഴേക്കും അവിടെ എല്ലാം ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടാവും അല്ലേ. ആ മാർക്ക് മാറി കിട്ടാൻ ഭയങ്കര പാടാണ്, കുറേ ടൈം എടുക്കും ആ മാർക്ക് മാറാൻ. അപ്പം ഞാനും ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ എനിക്കും ദേ ഇവിടെ കുറച്ച് പിമ്പിൾസൊക്കെ വന്നു. അങ്ങനെ വന്നു. ഇന്ന് മാറും നാളെ മാറും ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, അതിൻ്റെ പാടിങ്ങനെ മാറുന്നേ ഇല്ല. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ തപ്പി നോക്കി, ഇതിന് എന്തെങ്കിലും റെമഡി ഉണ്ടോ. ഹോം റെമഡിയാണ് കൂടുതലും നോക്കിയത്, അല്ല ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും നോക്കിയില്ല. അപ്പോൾ ഹോം റെമഡി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കി പോയപ്പോഴാണ് ഞാനൊരു 2 അടിപൊളി സാധനം കണ്ടത്. അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ വർക്ക് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇട്ട് മാറിയെന്നല്ല, പാടുകൾ കമ്പാരിറ്റീവ്ലി നോർമലി മാറുന്നതിൽ നിന്നും കുറച്ച് ഫാസ്റ്റായിട്ട് മാറുന്ന പോലെ എനിക്ക് തോന്നി. എന്നാൽ പിന്നെ അത് നിങ്ങളോടും പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. ഒപ്പം തന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നതിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടാം. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. മഞ്ഞളെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി പറ്റത്തില്ല. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മഞ്ഞളുണ്ടല്ലോ, അത് എടുത്ത് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കിയ ഒറിജിനൽ മഞ്ഞൾ തന്നെ വേണം. അത് എവിടെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞൾ, ഉണക്കി പൊടിച്ച മഞ്ഞളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് യൂസായി. അപ്പോൾ അത് തന്നെയാണ് വർക്കാവുന്നത്. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയൊന്നും ഇതിന് സെറ്റ് ആവത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒറിജിനലായിട്ടുള്ള മഞ്ഞൾപ്പൊടി വേണം. അതിൻ്റെ കൂടെ നമ്മൾ രണ്ടാമതായിട്ട് ആഡ് ചെയ്യേണ്ടത് തേനാണ്, ഹണി. അത് ഏത് തേൻ വേണമെങ്കിലും എടുക്കാം. ചെറിയ തേനായാലും കുഴപ്പമില്ല, വലിയ തേനായാലും കുഴപ്പമില്ല. അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന തേനേ ഇപ്പം നിലവിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് തന്നെ ആഡ് ചെയ്യാം. ഈ രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക്. അപ്പോൾ ഞാൻ 2 ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഇതേ പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് പാക്ക്. അപ്പോൾ ഞാനിത് എൻ്റെ ഫേസിലേക്ക് മാത്രം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര മഞ്ഞപ്പൊടി എത്ര തേനെന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നീടാണ് തേൻ ഒഴിച്ചത്. അപ്പോൾ തേൻ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്തായാലും വെള്ളം പോലെ ആവത്തില്ല, കാരണം തേൻ ആയതുകൊണ്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റുന്ന ഒരു പരുവത്തിന് നമ്മൾ സെറ്റാക്കി എടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ 2 തവണ ഉപയോഗിച്ചപ്പോഴും എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ബ്ലാക്ക് സ്പോട്ട് ഉള്ള ആ ഒരു പോർഷനിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഫേസ് മൊത്തത്തിലിടാം. മഞ്ഞളായതുകൊണ്ട് തന്നെ ഫേഷ്യൽ ഹെയർസും അതിൻ്റെ കൂടെ ചെറിയ ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും റിമൂവ് ആയി കിട്ടാൻ വളരെ നല്ലതാണ് മഞ്ഞൾ. അപ്പോൾ നമുക്കിനി പാക്ക് ഇടാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ബ്ലാക്ക് സ്പോട്ട് ഒന്ന് കവർ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ടോട്ടൽ ഫേസിലിടാം. ആ സ്പോട്ടിൻ്റെ പോർഷനിൽ ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് അധികമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, സ്പോട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ഫേസിലിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫേഷ്യൽ ഹെയർസ് കൂടുതലായിട്ടും കാണുന്നത് ഈ പോർഷനിലും ഇവിടെയൊക്കെയാണ്. അപ്പോൾ അവിടെ അധികം കുറച്ച് കട്ടിയിൽ ഞാൻ ഈ ഒരു പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, കാരണം ആ ഹെയർസും കൂടെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫേഷ്യൽ ഹെയർസ് കളയണം എന്നുള്ളവർക്കും ഈ പറയുന്ന മഞ്ഞൾപ്പൊടി വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ആയാലും ഹണി ആയാലും നമുക്ക് രണ്ടുപേരെയും ഭയങ്കര പരിചയമുള്ള 2 പേരാണ്. അപ്പോൾ അത് രണ്ടും തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്, അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷനെയും മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി എന്നുള്ളത്. അപ്പോൾ പിമ്പിൾസൊക്കെ വന്ന് അത് ഇപ്പം ഉണങ്ങാതെ അല്ലെങ്കിൽ കരിയാതെ ഒരു മുറിവൊക്കെ ആയിട്ട് വരാറുണ്ട്. ആ ഒരു ഏരിയയിലൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അത് ബാക്ക് ടു നോർമൽ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആവും. അപ്പോൾ അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ മാത്രം കണ്ടുപിടുത്തമാണ്. ഇത് ഞാൻ വേറെ ആരും പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ കുറേ തപ്പി പോയപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊന്ന് പരീക്ഷിച്ചാലോ നോക്കിയിട്ടാണ് ഞാൻ ഇത് രണ്ടൊന്ന് ഇട്ട് നോക്കിയത്. എന്തായാലും വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ എന്തായാലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഓക്കെ, അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റേ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വരെയൊക്കെ വെക്കാം കേട്ടോ മാക്സിമം. ഓരോ ആൾക്കാർക്ക് സമയം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്തായാലും മിനിമം ഒരു 10 മിനിറ്റെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അപ്പോൾ തന്നെ ഫേസിന് മൊത്തത്തിൽ മഞ്ഞളായത് കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഫേസിനൊരു ഗ്ലോ വന്നിട്ടുണ്ട്. പിന്നെ ഈ പാടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ലാസ്റ്റ് 2 തവണ യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഇതുപോലെയായിരുന്നു. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ലപോലെ മങ്ങലുണ്ടായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ സ്കിൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.